നമ്മൾ ബ്രൈഡൽ ഹെനയാണ് ചെയ്യുന്നത്. എൽബോയുടെ കുറച്ച് താഴത്തുനിന്നായിട്ട് തുടങ്ങുക കേട്ടോ. ഇതുപോലെ ആദ്യം ഒരു ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഹംസാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരേ ഗ്യാപ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ നമ്മൾ കയ്യിൽ സ്പേസ് ഉള്ളതുപോലെ ഇത് വേണമെങ്കിൽ വലുതാക്കാം, അല്ലെങ്കിൽ ചെറിയ സ്പേസ് ആണെങ്കിൽ ചെറുതാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ അതിന് നമ്മൾ ഔട്ടർ പോർഷനിൽ ഇങ്ങനെ ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഇതുപോലെ ഗ്രിഡാണ് ചെയ്യേണ്ടത്. ഗ്രിഡ് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഏത് ഗ്രിഡ് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഡബിൾ ലൈൻ ചെയ്തിട്ട് ഓപ്പോസിറ്റിൽ വീണ്ടും ഡബിൾ ലൈൻ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിനൊന്ന് നമ്മൾ തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. പ്രഷറിങ് കൊടുക്കുക, തിക്ക് ലൈൻ ആക്കുക. എല്ലാ ലൈൻസും നമ്മൾ ചെയ്യുക. ഓപ്പോസിറ്റിലും നമ്മൾ അതേപോലെ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് വേണം പോകാനായിട്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഇതുപോലെ ലൈൻസ് 4 സെൻറ്ററിലുമായിട്ട് ഇങ്ങനെ ലൈൻ ഒരേ വലുപ്പത്തിലുള്ള ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഫിനിഷ് ചെയ്തു. ഇനി ഈ ഒരു ബോർഡർ വരച്ചതിൻ്റെ ഒരെണ്ണം നമ്മൾ തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. സെൻറ്ററിലുള്ളത് നമ്മളൊന്ന് തിക്ക് ലൈൻ ആക്കിയാൽ മതി. ഒരു 4 വരച്ചിട്ടുണ്ട്. അതിൽ സെൻറ്ററിലുള്ളത് തിക്ക് ലൈൻ ആക്കി അതിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സെൻറ്ററിലുള്ള ഒരു ഗ്രിഡിൻ്റെ ബോർഡറാണ് ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റു ഡിസൈന് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ലോട്ടസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ലോട്ടസിന് പകരം വേറെ ഏത് ഫ്ലവർ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ലോട്ടസ് വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി ഇപ്പുറത്തേക്ക് നമ്മൾ ഇതുപോലെ അറബിക് കാഷ്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ വീണ്ടും ലോട്ടസ് തന്നെ കൊടുക്കുകയാണ്. ഉണ്ടോ, സെൻറ്ററിൽ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അറബിക് കാഷ്യൂ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. സ്പേസ് ഉള്ള പോലെ ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ടർ ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രഷറിങ് കൊടുത്തിട്ട് ഒന്ന് തിക്ക് ചെയ്തെടുക്കണം. പുറത്തുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഈ ഒരു ലോട്ടസും ഈ ഡിസൈനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുക. ഓക്കെ, ഇനി ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു പോർഷൻസ് പോലും നമ്മൾ ഇങ്ങനെ പ്രഷറിങ് കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഡിസൈൻ്റെയും ഇടയിൽ ബാലൻസ് ആയി നിൽക്കുന്ന പ്ലേസൊക്കെ നമ്മളൊന്ന് തിക്ക് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് വെയിൻസ് നമ്മളെ ഇഷ്ടമുള്ള പോലെ, നല്ല സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ച് വലിയ വെയിൻസ് ഇടാം. ഇതിൽ സ്പേസ് കുറവായത് കാരണം കുഞ്ഞു കുഞ്ഞു വെയിൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഡ്രോപ്പ് വെച്ചിട്ടുള്ള വെയിനാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് വെയിൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു 4 കൊടുത്തിട്ടുണ്ട്. ഇനിയും സ്പേസ് ഉള്ളവരാണെങ്കിൽ അവിടെ ഇനിയും കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ബോർഡറാണ് ചെയ്യുന്നത്. ബോർഡറിന് നമുക്ക് ടോട്ടൽ 5 or 6 ഒക്കെ ലൈന് കൊടുക്കാം. ഇതിലിപ്പോൾ 6 ലൈനാണ് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിലുള്ള ഒരെണ്ണം നമ്മൾ ഇതുപോലെ നന്നായിട്ട് പ്രഷറിങ് കൊടുത്ത് തിക്ക് ലൈനാക്കി കൊടുത്തു. ഇനി ഇവിടെ നമ്മളിതാ ഈ കാണുന്ന പോലെ ഹംസ്, കുഞ്ഞു കുഞ്ഞു ഹംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് വലിയ ഹംസും അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീണ്ടും ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ക്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. വീണ്ടും ലൈൻസ് തന്നെയാണ് ഇടുന്നത്. 2 ലൈൻ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഹംസ് വീണ്ടും കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചധികം ഗ്യാപ്പ് കൊടുത്തിട്ട് ഇവിടെ ഗ്രിഡ് വരയ്ക്കാൻ തന്നെയാണ്. അപ്പോൾ കുറച്ചധികം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുറച്ചധികം ഗ്യാപ്പ് കൊടുത്തിട്ട് സ്ലാൻഡിങ് ലൈൻസും ഇട്ടു. അതിൻ്റെ ഓപ്പോസിറ്റ് വീണ്ടും സ്ലാൻഡിങ് ലൈൻസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ സെയിം ഗ്യാപ്പ് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിയ ഗ്രിഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കാം. ലീഫിന് പകരം നമുക്ക് ഡ്രോപ്പ് വേണമെങ്കിൽ ഡ്രോപ്പും ചെയ്ത് കൊടുക്കാം. ഒക്കെ നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ ഓരോന്നും മാറ്റി കൊടുക്കുമ്പം വേറെ വേറെ ഡിസൈൻസ് ആയിട്ട് വരും. ഓക്കെ, ഇതുപോലെ എല്ലാത്തിലും ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനി ഓപ്പോസിറ്റിലും നമ്മൾ ചെയ്യണം. ഓപ്പോസിറ്റിൽ ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടൂല. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കൊടുക്കാം. ഒന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ചെയ്യണ്ട, അപ്പം ഭംഗി ഉണ്ടാവില്ല കാണാൻ. സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, മൊത്തത്തിൽ ഫില്ലായി. ഇനി അധികം സ്പേസ് ഉള്ളവർ മാത്രം ഇതുപോലെ ഒരു സ്പൈറലും അതിൻ്റെ എൻഡിലൊക്കെ ഡോട്ട്സും ഇട്ട് കൊടുത്ത് ഒരു ഫ്ലവർ ആക്കിയിട്ടുണ്ട്. ഇത് സ്പേസ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ കുഞ്ഞു ഡോട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഹാഫ് പോർഷൻ ഉള്ളിടത്തൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഒക്കെ വരച്ചു കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ബോർഡർ ചെയ്യണം. ഓരോ ഡിസൈന് കഴിയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോർഡറാണ് അതിനെ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ഡിസൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെയും ഒരു ബോർഡർ കൊടുക്കുകയാണ്. ഓക്കെ, ലൈൻസ് ഇട്ടിട്ട് ചെറിയ ഹംസ് ഇട്ടു, അതിൻ്റെ മുകളിൽ വലിയ ഹംസ് ഇട്ടു, എന്നിട്ട് അതിനൊന്ന് ലൈൻ ഇട്ടിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്. വീണ്ടും ലൈൻ തന്നെ ഇട്ട് കൊടുക്കുക, 2 ലൈൻ ഇട്ടിട്ട് അവിടെ ഹംസ് കൊടുക്കുക.